അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അബ്ദുൽ ജബ്ബാർ വളത്തൂർ. ഇന്ന് ദമാം സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ദമാം സ്റ്റുഡിയോയിൽ ഈ പ്രോഗ്രാം ചെയ്യാൻ നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ജൗഹർ മുനവർ സാറാണ്. അദ്ദേഹം കഴിഞ്ഞ എപ്പിസോഡിൽ തലച്ചോറിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതുമൂലമുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ, ഈ ഒരു വിഷയവും അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെ എന്നതാണ് നമ്മോട് സംസാരിച്ചത്. ആ ഒരു വിഷയത്തിൻ്റെ ഒരു അടുത്ത ഭാഗമാണ്. സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് തലച്ചോറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ആ ഒരു വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ വൈകൃതങ്ങൾ, അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ എന്നൊക്കെയാണ് നമ്മളോട് സംസാരിച്ചത്. ഇനി അതിൻ്റെ ഒരു തുടർച്ച എന്നതാണ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഉള്ളൊരു ചോദ്യം അതാണ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വെച്ച ഒരു വിഷയം, നമുക്കിടയിൽ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവാതിരിക്കട്ടെ, ആളുകൾ വരാതിരിക്കട്ടെ. പക്ഷേ മൊത്തം ലോകത്തെ ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ മൊത്തം ലോക ജനസംഖ്യയിൽ 30% ആളുകൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഗുരുതരമായ പ്രശ്നങ്ങളുള്ളവരും അല്ലെങ്കിൽ അല്പം ഒരു ഗുരുതരാവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും അത് മുന്നോട്ട് പോകാൻ തുടക്കക്കാരെന്നുള്ള രൂപത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഒരു ഏകദേശം ഒരു 40% ആളുകളോളം ഈ പ്രശ്നങ്ങളുള്ളവരാണ്. ഒരു സൊസൈറ്റിയെ നമ്മൾ എടുത്താൽ അങ്ങനെയാണ്. ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് പെണ്ണുങ്ങളിലാണ്, സ്ത്രീകളിലാണ്. വേൾഡ് അടിസ്ഥാനത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും ആണുങ്ങളെക്കാൾ ഇത്തരം ഈ ന്യൂറോ കെമിക്കൽ പ്രോബ്ലങ്ങൾ കൂടുതലുള്ളത് സ്ത്രീകൾക്ക്. കാരണം സ്ത്രീയുടെ ശരീരം കെമിക്കലി ചേഞ്ച് ആകുന്ന ഒരു ശരീരമാണ്. അവരുടെ പുരുഷന് വ്യത്യാസമുണ്ട്. കെമിക്കൽ ചേഞ്ചസ് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ശരീരമാണ് സ്ത്രീ ശരീരം. നമ്മൾ ആണും പെണ്ണും തുല്യരാണെന്നും അവർ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ എത്ര പറഞ്ഞാലും ഈ കെമിക്കൽ ചേഞ്ച് വളരെ പ്രകടമായി കാണപ്പെടുന്ന ജീവികളാണ് സ്ത്രീകൾ പുരുഷനേക്കാൾ. ലോകം മൊത്തമുള്ള പ്രതിഭാസമാണ്. ആ കാര്യത്തെ നമ്മൾ പ്രത്യേകം എടുത്ത് കാണണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മാസത്തിലുണ്ടാകുന്ന അവരുടെ മാസമുറയുടെ ഭാഗമായി പോലും അവർക്ക് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ മിക്കവാറും സ്ത്രീകൾ അവരുടെ ഈ മെൻസ്ട്രേഷൻ സമയത്തൊക്കെ വല്ലാതെ പ്രശ്നങ്ങളുള്ളവരാണ്. അത് ഒരു നമ്മൾ ടെമ്പററി ചേഞ്ച് ആയിട്ട് കൂട്ടിയാൽ മതി. ആ ടെമ്പററി ആയിട്ടുണ്ടാകുന്ന ഒരു ചേഞ്ച് മാത്രമാണ് അത്. ആ പീരീഡ്സിൻ്റെ ദിവസങ്ങൾ കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ഒരു ടെമ്പററി ചേഞ്ചാണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരാൾക്ക് നമ്മുടെ ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് സങ്കടം ഉണ്ടാവും. അതിനർത്ഥം അയാൾ സങ്കടക്കാരനല്ലല്ലോ. അത് ടെമ്പററി ചേഞ്ചാണ്. അത് ആ പ്രശ്നം ആ കാലം കടന്നു പോയാൽ അതങ്ങ് പോകും. അപ്പോൾ ഈ മെൻസ്ട്രേഷൻ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മിക്കവാറും സ്ത്രീകൾക്ക് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 90-95% സ്ത്രീകൾക്കും അസ്വസ്ഥതകൾ ഉണ്ടാകും. ചിലതെല്ലാം പുറത്തേക്ക് കാണിക്കും, ചിലത് ഉള്ളിൽ. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ പീരീഡ്സിൻ്റെ സമയം കൂടുതൽ ദുർഘടമാവും. ഈ സമയത്ത് വലിയ പ്രശ്നക്കാരായിട്ട് അവർ മാറും. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന പ്രശ്നമൊക്കെ ആ സമയം കഴിയുമ്പോൾ ആ മൂഡൗട്ടും കാര്യങ്ങളും മാറും. അതിന് മൂഡ് സ്വിങ് എന്ന് പറയും. അത് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ മിക്ക പുരുഷന്മാർക്ക് ഈ സാധനങ്ങൾ മനസ്സിലാവില്ല. പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു പ്രീമെരിറ്റൽ കോഴ്സ് പോലും പെൺകുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന അത്ര പോലും പുരുഷന്മാർ അറ്റൻഡ് ചെയ്യില്ല. കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു പ്രീമെരിറ്റൽ കോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിലും കല്യാണം കഴിച്ചു പോകുന്നതിൻ്റെ തലേ ദിവസം അമ്മായിയോ മൂത്തമ്മയോ ഇളാമയോ ഒക്കെ പറഞ്ഞു കൊടുക്കും. മോളെങ്ങനെയാണ് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിനെ പോലും ചിലപ്പോൾ അവർ പറഞ്ഞു കൊടുത്തെന്ന് വരും. ഏതെങ്കിലും ആൺകുട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ? ഒന്നും അറിയില്ല. അവര് അറിയുന്നത് ചിലപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് വല്ല ഗൂഗിളിലോ വല്ല വീഡിയോകളൊക്കെ ആയിരിക്കും. അതൊന്നും ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലതൊക്കെ ശരിയാണെങ്കിലും ഇസ്ലാമികത ഉണ്ടാവണമെന്നില്ല. ഇത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ കല്യാണം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഇപ്പം ഞാൻ നമ്മളൊരു പ്രീമെരിറ്റൽ കോഴ്സ് സംഘടിപ്പിച്ചു വിസ്ഡത്തിൻ്റെ കീഴിൽ കോഴിക്കോട് വെച്ച് നടന്നു. ആ കോഴ്സിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ രജിസ്റ്റർ ചെയ്യിച്ചു. ഒരു ഓഡിറ്റോറിയത്തിൽ നിറയെ പെൺകുട്ടികളെ കിട്ടി. ഒരു ചെറിയ റൂമിനകത്ത് മാത്രമേ ആൺകുട്ടികളെ കിട്ടിയുള്ളൂ. വളരെ കുറച്ച് ആൺകുട്ടികളെ കാരണം പെൺകുട്ടികളെ
കൊണ്ടുവരാൻ പാരൻസിന് കഴിയും, നിർബന്ധിച്ചാൽ മതി. ആൺകുട്ടികളെ കൊണ്ടുവരാൻ പാരൻസിന് കഴിയില്ല. കല്യാണപ്രായം എത്തി ആൺകുട്ടി പാരൻസിൻ്റെ കയ്യിൽ ഒരു പിടിയും ഉണ്ടാവില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം വരണം. പക്ഷേ അന്നത്തെ പ്രോഗ്രാമിന് നമുക്ക് കിട്ടിയത് ഒരു ഹാള് നിറയെ പെൺകുട്ടികളെയാണ്. അവരിതൊക്കെ കേട്ടുപോയി. ഒരു വേള അവർ വിചാരിച്ച് കാണും പെൺകുട്ടികൾക്ക് മാത്രം മതി എന്നുള്ളത്. കിട്ടൂല, ഈ ആൺകുട്ടികൾ അതിന് കിട്ടൂല. പക്ഷെ നമുക്ക് ഒരു ഇത്തിരി ആൺകുട്ടികളെ, ഒരു 10-40 ആൺകുട്ടികളെ നമുക്ക് കിട്ടി ആ പ്രോഗ്രാമിൽ. ഈ ആൺകുട്ടികളോട് ഞാൻ ആദ്യമായിട്ടാണ് ആൺകുട്ടികളോട് പ്രീമെരിറ്റൽ ആയിട്ട് സംസാരിക്കുന്നത്. പെൺകുട്ടികളോട് നമ്മൾ എപ്പോഴും ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പം പെൺകുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ത് എന്നും എൻ്റെ അടുത്ത് പെൺകുട്ടികൾ ചോദിക്കുന്ന ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട് ഈ പ്രീമെരിറ്റൽ കോഴ്സ്. അപ്പോൾ അവരെന്ത് ചോദിക്കുമെന്നും അതിന് എന്ത് ഉത്തരം നൽകണമെന്നുള്ളൊരു ഐഡിയ നമ്മളെടുത്തുണ്ട്. പക്ഷേ ആൺകുട്ടികൾ എന്ത് ചോദിക്കുമെന്ന് അറിയില്ല. അവിടെ ചെന്ന് ഇവരോട് സ്ത്രീയെക്കുറിച്ച്, ഇപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, ഈ പീരീഡ്സിനൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് അത് ആദ്യമായി അങ്ങനെ ഒരു സാധനം എന്താണെന്നും അതെങ്ങനെ വരുന്നുവെന്നും ആ സമയത്തുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എന്താണെന്നും. നിക്കാഹ് കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഒരുമിച്ച് ജീവിച്ചിട്ട് താമസിച്ചിട്ടില്ല, അവർ നിക്കാഹ് കഴിഞ്ഞവരുണ്ട് ആ ആൺകുട്ടികളുടെ കൂട്ടത്തിൽ, വിവാഹം ഉറപ്പിച്ചു വെച്ചവരുണ്ട്, വിവാഹം നോക്കുന്നവരുണ്ട്, എല്ലാം വലിയ മനുഷ്യർ, 25 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ആയിരിക്കുന്നത്, ഒക്കെ ഉണ്ട്, വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്. പക്ഷേ ഒരു പെണ്ണിൻ്റെ ശാരീരികമായ മാറ്റം, അതുണ്ടാകുന്ന മാനസിക മാറ്റത്തെക്കുറിച്ച് ഇവർ ബോധവാന്മാരല്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ന്യൂറോ കെമിക്കൽ ചേഞ്ച് ഏറ്റവും കൂടുതലുള്ളതും ഒരു മാസത്തിലെ 4 ആഴ്ചകളിൽ 4 തരം സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ജീവിയാണ് പെണ്ണ്. ഇവിടെ ഇപ്പോൾ സാർ ഈ ഒരു പറഞ്ഞ വിഷയം, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ ശ്രോതാക്കളോടാണ് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാറ് നമ്മളോട് ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയം അത്ര ഗൗരവത്തിലെടുക്കണം. നമ്മുടെ മക്കളാണെങ്കിലും നമ്മൾ വേണ്ടപ്പെട്ടവരുടെ മക്കളാണെങ്കിലും അവരെയൊക്കെ ഒരു പ്രീമെരിറ്റൽ കോഴ്സ് എവിടെയാണോ അതുള്ളത് അവിടെ അവരെ പറഞ്ഞു വിടണം. അവരെ അതിനെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് വേണം. അതിന് ശേഷം മാത്രമേ നമ്മളൊരു വിവാഹവേദിയിലേക്കൊക്കെ അവരെ തള്ളിവിടാവുള്ളൂ. കാരണം ഒരു പ്രശ്നം വന്ന് അവരുടെ ആ ജീവിതത്തിലുള്ള താളം തെറ്റിയതിന് ശേഷം നമ്മളൊരു കൗൺസിലറെ പോയി കാണുന്നതിനേക്കാൾ നല്ലത് നമുക്കിന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പല സ്ഥലങ്ങളിൽ പ്രീമെരിറ്റൽ കോഴ്സുകൾ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റോ അങ്ങനെയുള്ള നോട്ടീസൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കണം, നമുക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ ആ ഒരു കോഴ്സിന് എത്തിക്കണം എന്നുള്ളൊരു വാശി നമുക്ക് വേണം. കാരണം എന്താ പറയുക, ഒരു കുട്ടിയുടെ ജീവിതം അത് നല്ല രീതിയിലായിക്കഴിഞ്ഞാൽ ഒരു സമൂഹം തന്നെ നല്ല മാറ്റത്തിലേക്ക് നമ്മൾ തള്ളിവിടുകയാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിലെടുക്കണം എന്നുകൂടി സാന്ദർഭികമായി നിങ്ങളെ ഉണർത്തുകയാണ്. സാറേ പറയൂ ഇതിൻ്റെ. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഒരു പ്രശ്നം, അതായത് പുരുഷനേക്കാൾ കൂടുതൽ ഇത്തരം ന്യൂറോ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്ന സ്ത്രീക്കാണ്. പുരുഷന് ഇത്തരം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സ്ത്രീയേക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കും. പെണ്ണിന് ഈ സാധനം വന്നു കഴിഞ്ഞാൽ പെണ്ണ് സ്ത്രീ ആയതുകൊണ്ടും കുറച്ചൊക്കെ വീടിൻ്റെ അവസ്ഥയിലും അന്തരീക്ഷത്തിലും ഒതുങ്ങി നിൽക്കും. പക്ഷെ പുരുഷൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങൾ, പുരുഷനുണ്ടാകുന്ന അത്തരം പ്രശ്നങ്ങൾ കൂടുതൽ അഗ്രസീവായിട്ട് മാറും. കാരണം ഉപദ്രവത്തിലേക്ക് വരും, അടി വരും. അപ്പോൾ അതൊരു തരം പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് മാറും. അത് വലിയ പ്രശ്നമാണ്. കാരണം പെണ്ണിന് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു അടിയിലേക്കും പിടിയിലേക്കും അത് വന്നെന്ന് വരില്ല. പക്ഷെ പുരുഷനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ആ സ്ത്രീയുടെ മെക്കിട്ട് കയറാനും അത് വലിയ ഇഷ്യൂകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഉമ്മ കുട്ടിയെ തല്ലുന്നതും ബാപ്പ കുട്ടിയെ തല്ലുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉമ്മ കുട്ടിയെ തല്ലിയാൽ നമ്മൾ സാധാരണ നാട്ടുപുറത്ത് പറയാറുള്ള ചൊല്ലം അങ്ങനെയാണ്, തള്ള ചവിട്ടിയ കുട്ടി ചാവില്ല എന്നാണ്. തള്ള ചവിട്ടിയ പിള്ളക്ക് പ്രശ്നമില്ല എന്നാണ്. പക്ഷെ തന്ത ചവിട്ടിയ കുട്ടി ചാവും. കാരണം ഉപ്പ ദേഷ്യം പിടിച്ച് തല്ലാൻ തുടങ്ങിയാൽ അത് കുട്ടിക്ക് നമുക്ക് കൺട്രോൾ കിട്ടൂല. അപ്പോൾ ഈ ആണുങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പെണ്ണുങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ റേറ്റ് കുറവാണെങ്കിലും ആണുങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ അത് ഭയങ്കര ഭീകരമായ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ സ്ത്രീകളിലാണ് ഇത്തരം ന്യൂറോ കെമിക്കൽ ചേഞ്ചുകൾ കൂടുതലായി കണ്ടുവരുന്നതും അത് അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നത്. ഈ കെമിക്കൽ ചേഞ്ചിനനുസരിച്ച് ഇവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീയെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതിനെ ചേർത്ത് പിടിക്കണം. 4 ആഴ്ചകൾ ഒരു പെണ്ണിൻ്റെ ആഴ്ചകൾ 4 ഈ 4 ആഴ്ച 4 തരം സ്വഭാവമാണ് ഈ പെണ്ണ് പ്രകടിപ്പിക്കുക. അപ്പോൾ ഒരു പ്രശ്നമുള്ള സ്വഭാവം ഒരു പെണ്ണ് പ്രകടിപ്പിക്കുമ്പോൾ ആ പെണ്ണിനെ ചേർത്ത് പിടിക്കണം, ബോധ്യപ്പെടുത്തണം, ചേർത്ത് പിടിക്കണം. എന്നിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി നോക്കണം. അപ്പോൾ ഇത്തരം ചേഞ്ചുകൾ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലും ആണിൻ്റെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാകും.
ഈ സ്ത്രീകൾക്കാണ് കൂടുതലെന്ന് ഞാൻ പറഞ്ഞു. അവരാണ് വീട്ടിൽ നിൽക്കുക, അവരാണ് മക്കളെ വളർത്തേണ്ടത്, അവരാണ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പുരുഷനാണ് കുടുംബത്തിൻ്റെ നാഥനെങ്കിലും മാനേജ്മെൻറ്റ് മുഴുവൻ സ്ത്രീയുടെ അടുത്താണ്. അവളാണുള്ളത് ബന്ധങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യേണ്ടത് ഈ സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു പുരുഷനേക്കാൾ കൂടുതൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ പുരുഷനും ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് പുരുഷനുണ്ടാകുന്ന പ്രശ്നം വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നം അതൊരു തരം ചൊറിച്ചിലായിട്ട് ഇങ്ങനെ കുടുംബത്തിനകത്ത് അവശേഷിക്കും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം നമുക്ക് നോക്കണം. പക്ഷേ ഇതിൻ്റെ കൂടെ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഈ ഒരു ചേർത്ത് പിടിക്കുക എന്നുള്ളത്, ആ ഒരു വിഷയം ഒന്നുകൂടെ സാറ് പറയേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകളെ ഒന്ന് മാറ്റി നിർത്താറാണ് പതിവ്. ഈ സമൂഹത്തിൽ അങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റി നിർത്തും. ഇപ്പോൾ സാറ് പറഞ്ഞത് അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നതാണല്ലോ ആ വിഷയം. അതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം പെരുമാറ്റമുള്ള ആളുകളെ മാറ്റി നിർത്താനാണ് നമുക്ക് തോന്നുക. കാരണം അവർ നമ്മളോട് പെരുമാറുക, അവർ നമ്മളോട് സംസാരിക്കുക, ഇടപെടുക ആ രൂപത്തിലാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് മാറ്റി നിർത്താനാണ് തോന്നുന്നത്. ഇയാളങ്ങോട്ട് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാമെന്നാണ് തോന്നുന്നത്. പക്ഷേ ചേർത്ത് പിടിക്കലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ചേർത്ത് പിടിക്കൽ അതിൽ ആദ്യം വേണ്ടത് നമുക്ക് ഇവരെ ബോധ്യപ്പെടുത്തണം. ഈ ഒരു പ്രശ്നമുണ്ട്, ഇയാളുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ചിന്തയിൽ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നക്കാരനെയും ബോധ്യപ്പെടുത്തണം, പ്രശ്നക്കാരൻ്റെ കൂടെ ഉള്ള ആളുകളെയും ബോധ്യപ്പെടുത്തണം. ഇതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഈ ഭാര്യ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാവണം. അപ്പോൾ ഇതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുമ്പം ഈ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു രസം കൂടും. അല്ലെങ്കിൽ ഇവർ ചേർത്ത് പിടിക്കില്ലല്ലോ. അത് പറയാൻ കാരണം നമ്മളിപ്പോൾ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീ മാനസികമായ ഇതേപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. ആ സ്ത്രീയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെന്ന ഉടനെ നമ്മളോട് സലാം ചെല്ലും. ഒരു സലാം ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും ചെല്ലും. അത് പൂർണ്ണമായിട്ടില്ല എന്നുള്ള തോന്നൽ. സലാമുകൾ ഇങ്ങനെ നീട്ടി അല്ലെങ്കിൽ മാറ്റി പറയുന്നു. നമ്മൾ പോരുമ്പോഴാണെങ്കിലും തിരിച്ച് പോരുമ്പോഴാണെങ്കിലും നമ്മളോട് എത്ര സലാം ചൊല്ലിയാലും അവർക്ക് മതി വരില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ ചിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊരു പ്രയാസമായി തോന്നി. കാരണം ഒരു സാധാരണ സ്വഭാവം അല്ലെങ്കിൽ സാധാരണ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അത് ഓർമ്മ വന്നത്. പറഞ്ഞത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്ന സാധനം. അതായത് ഇത്തരം ഒരു സ്വഭാവമുള്ള ആളുകളെ, പ്രവൃത്തിയുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ തോന്നൂല നമുക്ക്. അത് ചേർത്ത് പിടിക്കാൻ നമ്മളെപ്പോഴാണ് അയാൾക്ക് അഗൗരവം മനസ്സിലാവുമ്പം, ഇതൊരു പ്രശ്നമാണ് എന്നറിയുമ്പം, അല്ലെങ്കിൽ ഇത് ഇയാളുടെ സ്വഭാവം സ്വമേധയാ ഉണ്ടായതല്ല എന്നും ഇതൊരു ന്യൂറോ കെമിക്കൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള കളിയല്ല എന്ന് മനസ്സിലാവുമ്പോഴാണ് ആ കാര്യം കൃത്യം. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളിൽ വിജയിക്കുക, അവരുടെ കൂടെ ജീവിക്കുന്ന ഭർത്താവിൻ്റെ ഉമ്മക്ക് ഇതിങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ്. ഇതൊരു മാനസിക രോഗമല്ല, രോഗത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നൊരു സാധനമല്ല, ചിന്തയിൽ വരുന്ന ഒരു തകരാറ് മാത്രമാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇതൊരു OCDയുടെ പ്രശ്നം മാത്രമല്ല ഞാൻ പറയുന്നത്. ഈ ബൈപ്പോളാർ മൂഡ് സ്വിംഗ് ഉള്ള ആളുകളുണ്ടാകും, അതേപോലെ ബൈപ്പോളാർ അഫക്റ്റീവ് ഡിസോർഡറുള്ള ആളുകളുണ്ടാകും, പെയിൻ ഡിസോർഡറുള്ള ആളുകളുണ്ടാകും, വേദന തോന്നുക, ക്ഷീണം തോന്നുക, ഡിപ്രഷനുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. മൂഡ് സ്വിംഗ് എന്ന് പറഞ്ഞാൽ മൂഡ് മാറുക, പെട്ടെന്ന് മൂഡ് മാറി നമ്മളൊരു മോശം മൂഡിലേക്ക് പോവുക. നല്ല മൂഡിൽ ഒരു കാരണം ഉണ്ടാവില്ല. ചെറിയൊരു സംഭവം, ഒരാൾ പറഞ്ഞൊരു വാക്ക് അല്ലെങ്കിൽ ഒരാൾ ചെയ്തൊരു പ്രവൃത്തി, ചിലപ്പോൾ ഫോൺ ചെയ്യുമ്പം ഭർത്താവ് പറയുന്നൊരു ഉത്തരം, അതുപോലെ ഇവരുടെ മൂഡ് അങ്ങ് സ്വിങ് ചെയ്തോളും. സ്വിങ് എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ്. ഈ മനസ്സ് സ്ട്രെസ്സ് വരുമ്പം നമുക്ക് ക്ഷീണം വരും, പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്കാണ് ഇത് വരിക. ശരീരത്തിന് എന്ത് പറ്റിയാലും പനിയാണ് വരിക ആദ്യം. ഇപ്പോൾ ക്യാൻസറുള്ള ഒരാളും ക്യാൻസർ കണ്ടെത്താൾക്ക് പനി വരും, നിർത്താതെ പനി വരും. ചികിത്സിച്ച് നോക്കുമ്പോഴാണ് അയാൾക്ക് ക്യാൻസർ ഉള്ളതായിട്ട് അറിയാം. ഇങ്ങനെ പനി ശരീരത്തിൻ്റെതായതുപോലെ തന്നെ മനസ്സിന് എന്ത് പ്രശ്നം വരുമ്പോൾ അത് ഡിപ്രഷൻ ആവുക. ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം നോ ഇൻട്രസ്റ്റ് ഇൻ എനിത്തിങ്, ഒന്നിലൊരു താല്പര്യം ഉണ്ടാവില്ല. കുളിക്കാൻ തോന്നൂല, എണീക്കാൻ തോന്നൂല, നിസ്കരിക്കാൻ തോന്നൂല, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ഭർത്താവുമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവില്ല. അപ്പോൾ കിടക്കാൻ തോന്നും, ഫുൾ ടൈം ഒരു കിടത്താവും, നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പോൾ ആ വീട്, ഒരു പെണ്ണ് ക്ഷീണിച്ച് കിടന്നാൽ ആ വീടിൻ്റെ അവസ്ഥയാകെ മാറി. പെണ്ണ് സന്തോഷിച്ചാലേ വീട് സന്തോഷിക്കുള്ളൂ. പെണ്ണ് സങ്കടപ്പെട്ട വീട് സങ്കടം. എത്ര ബാപ്പ ചിരിച്ചിട്ടും കാര്യമില്ല, സന്തോഷിച്ചിട്ടും കാര്യമില്ല. പക്ഷേ ഈ പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് കൊടുത്താലും സന്തോഷം കിട്ടാത്ത പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ ഈ സന്തോഷം കിട്ടാതിരിക്കുന്നത് ഈ മനസ്സിലെ ചിന്തൻ്റെ ഭാഗമാണ്.
നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെ സന്തോഷിക്കുക? ജീവിതത്തിൽ എനിക്കുണ്ടായ തിരിച്ചടികൾ മാത്രം ഞാൻ ചിന്തിച്ചാൽ എനിക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റുക? ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിങ്ങനെ ഒന്നിന് പുറകെ ഒന്ന് കൂട്ടിക്കെട്ടി കൊണ്ടായാൽ നമുക്കിങ്ങനെ ടെൻഷൻ കൂടും, നമ്മൾ ക്ഷീണിച്ചു പോകും. പോസിറ്റീവായി ചിന്തിക്കണം. ആക്കൽ തലതാ, ബാക്കിപ്പോൾ എഴുന്നേൽപ്പിച്ച് കാണാം, അത്രയേ ഉള്ളൂ. എന്തും അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ഒരു നമ്മളെ വണ്ടി പോയിട്ട് ഇടിച്ചു, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അത് ഇടിച്ചു എന്നത് ഇറ്റ്സ് ഹാപ്പൻഡ്. ഇനി അത് വരാതിരിക്കാനുള്ള വഴികൾ ഇനി ആ വണ്ടി കുത്തി അവിടെ നിന്നു, ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്? അതേ പറ്റുള്ളൂ. പിറകോട്ട് നമുക്ക് പിറകോട്ട് നടന്നാൽ ഒരു മനുഷ്യൻ തടഞ്ഞു വീഴും, പിറകോട്ട് ചിന്തിച്ചാൽ അയാളും വീഴും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ, ഈ നെഗറ്റീവ് ചിന്തയുള്ള ആളുകൾ എപ്പോഴും നെഗറ്റീവാണ് ചിന്തിക്കുക. അപ്പോൾ അവർക്ക് ഈ മൂഡ് സ്വിങ് പോലെയുള്ള ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷീണിച്ചു പോകും. അപ്പോൾ അവർക്ക് കുടുംബം നോക്കാൻ കഴിയില്ല, മക്കളെ പഠിപ്പിക്കാൻ കഴിയില്ല, മക്കളുമായിട്ട് ഇടപെടാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് ഉമ്മ ചിരിക്കുന്ന വീടാണ് സന്തോഷമുള്ള വീട്, ഉമ്മ ദേഷ്യത്തിലുള്ള വീട് സന്തോഷമുള്ള വീടാവില്ല. എത്ര അവിടെ നിങ്ങൾ ബ്രോസ്റ്റ് വാങ്ങി കൊടുത്തിട്ട് കാര്യമില്ല, ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ യാത്ര പോയിട്ട് കാര്യമില്ല, ഉമ്മ സന്തോഷിക്കാതെ വീട് സന്തോഷിക്കില്ല. ആ ഭാര്യ, വീട്ടിലുള്ള പെണ്ണ്, അവൾ ഹാപ്പി ആവണം. അവളെ ഹാപ്പിയാക്കുക എങ്ങനെയാണ്? എന്ത് കൊടുത്താലും മാനസികമായിട്ട് ഹാപ്പിനെസ് തോന്നണ്ടേ? തോന്നാത്തൊരു പെണ്ണിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളത് ചിന്തിച്ച് നോക്ക്. ടൂറ് പോവുകയാണ്, വീട്ടിൽ എല്ലാവരും ഹാപ്പിയാണ്, ഭർത്താവ് ഹാപ്പിയാണ്, മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഉമ്മക്ക് മാത്രം മൂടില്ല എങ്കിൽ ആ ടൂറിൻ്റെ അവസ്ഥ എന്താവും? ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോവുകയാണ്, എല്ലാവരും നല്ല മൂഡിലാണ്, ഉമ്മ മൂഡ് ഔട്ടാണ്, ആ ഭക്ഷണം കഴിപ്പിൻ്റെ അവസ്ഥ എന്താവും? അപ്പോൾ തോന്നും ഉമ്മ ചിരിക്കുന്ന വീടാണ് വീട് എന്ന് പറയുന്നത്. ഉമ്മ ചിരിക്കാത്ത വീട് പ്രശ്നമാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ട് ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വീടകങ്ങൾക്കകത്ത് വലിയ പ്രശ്നമാണ്, അങ്ങനെ സമൂഹത്തിന് പ്രശ്നമായി വരും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഇത് പ്രശ്നമാവും. പെൺകുട്ടികളാണ് ഉമ്മക്കുള്ളതെങ്കിൽ പെൺകുട്ടി സമാധാനത്തിന് മറ്റു വഴികൾ തേടും. ആൺകുട്ടിക്കാണ് പ്രശ്നമുള്ളതെങ്കിൽ അവൻ സമാധാനത്തിന് വേറെ വഴികൾ തേടും, അകന്നു പോകും. കാരണം ഇത് ഒരു വലിയ ശല്യമാവും. വെറും ഉപദേശം മാത്രം, വെറുപ്പിക്കൽ, അല്ലെങ്കിൽ സങ്കടം പറയുക മാത്രം, ഇങ്ങനെ നെഗറ്റീവ്സ് പറയുക മാത്രം ചെയ്യുന്നൊരു ഉമ്മ, അല്ലെങ്കിൽ ആണ് പ്രശ്നം. അപ്പോൾ ഇത് ഈ ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നത്, ഇത് ഇവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഇവരെയും ബോധ്യപ്പെടുത്തണം, നമുക്കും ബോധ്യമാണ്, കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കും ബോധ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ പോകുന്ന ആണുങ്ങളോട് പറഞ്ഞൊരു ഉപദേശമുണ്ട്, ഇതുമായി ചേർത്ത് വായിക്കണം. 1400 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനും ദീനും റസൂല് അള്ളാഹു കൊടുത്തൊരു ജ്ഞാനമാണല്ലോ റസൂല് സംസാരിച്ചത്. എത്രമാത്രം സൈക്കോളജിക്കലായിരുന്നു എന്ന് നോക്കാൻ പറ്റിയൊരു സാധനമാണത്. സൈക്കോളജിക്കലാണ് എന്ന് നോക്കാനുള്ളൊരു സാധനം അതാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം അത്. ആണുങ്ങളോട് പറയുകയാണ്, നീ വിവാഹം കഴിച്ചാൽ സ്ത്രീയുടെ സ്വഭാവത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ യു പ്ലീസ് വെയിറ്റ്, നീ ക്ഷമിക്കുക. അതിങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ അവിടെ നല്ല സ്വഭാവം കാണും. ആ തിരിച്ചിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ ചിന്ത എപ്പോഴും മാറും എന്നുള്ളതിന് ഈ നെഗറ്റീവ്സ് മാത്രം ചിന്തിക്കുക, നെഗറ്റീവ് മാത്രം എടുക്കുക എന്നത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഒന്നും കാണാതെയാവും. ശരിക്ക് നെഗറ്റീവ് എടുത്തിട്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് ഇങ്ങ് പ്രൊജക്റ്റ് ചെയ്താൽ ഒരു പോസിറ്റീവും കാണാതാവും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പിന്നെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ നിങ്ങൾക്ക് കാണാം. സൗദി അറേബ്യയുടെ ഒരുപാട് ആളുകൾക്ക് പിന്നെ ജോലി നൽകിയ, ജീവിതം നൽകിയ കേരളം പോലെയുള്ള ഒരു നാട് ഇന്നത്തെ കണ്ടീഷനിലായതിന് കാരണം ഈ സൗദി അറേബ്യ ഉൾപ്പെടുന്ന GCC കൺട്രീസാണ്. 1980 മുതൽ ഈ GCC കൺട്രീസിലേക്ക് ഒഴുക്കാണ്. സൗദി അറേബ്യയും GCC കൺട്രീസും ഒക്കെ ശരിക്ക് വികസിതമായത് എണ്ണൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം 1960 ശേഷമാണ് ശരിക്ക് എണ്ണ കണ്ടുപിടിക്കപ്പെടുന്നത്. സൗദിക്കൊപ്പം വളർന്ന നാടാണ് കേരളം. ദീൻ ഉൾപ്പെടെ, സലഫിസം ഉൾപ്പെടെ നമുക്ക് കിട്ടിയത് ഈ സൗദി അറേബ്യ. സൗദി നമുക്ക് തന്നത് എമ്പാടും പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാറ്റിനെയും ഒരൊറ്റ സിനിമ കൊണ്ട് മറച്ചു. ഒരു വ്യക്തി നേരത്തെ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ന്യൂറോ കെമിക്കൽ ചേഞ്ച് ആണത്. കാരണം ഈ മനുഷ്യനൊരു വ്യക്തിത്വ വൈകൃതമുള്ള സൗദി അറേബ്യക്കകത്ത് ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇല്ലാതെ ഏതെങ്കിലും 1-2 പേർക്ക് ഉണ്ടായ ഒരു അനുഭവം, ആ അനുഭവത്തെ വില കുറിച്ച് കാണാൻ പറ്റില്ല. അയാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അതൊരു
യഥാർത്ഥത്തിൽ നടന്നൊരു കഥയാണെന്ന് പറയുന്നു. അയാൾക്ക് അത് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി, അത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷെ അയാൾ എത്തിപ്പെട്ട ഒരു സാഹചര്യം ഒരു വൈകൃതമുള്ളൊരു മനുഷ്യന്റെ കയ്യിലാണ്. അങ്ങനെയാണ് മുഴുവൻ സൗദികളും എന്ന് കാണിക്കുന്ന. ഇപ്പൊ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഒരു സൗദിനെ കണ്ടാൽ പണ്ട് നമുക്ക് ബഹുമാനമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സൗദി അറേബ്യനെ കുറിച്ച് അറിയാത്ത ഒരാൾക്ക് സൗദിനെ കണ്ടാൽ പേടിയാണ്. ഇയാൾ ചാട്ടവറായിട്ട് നടക്കുന്ന ഒരാൾ, ഇയാൾ തല്ലുള്ള ഒരാൾ, ഇയാൾ തിന്നാൻ കൊടുക്കാത്ത ഒരാൾ. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ സൗദികളും അങ്ങനെയാണ്. ഞാനിപ്പോ മക്കത്ത് ഒരു ഉംറയൊക്കെ ചെയ്ത് വരികയാണ്. ഉംറക്ക് നമ്മൾ ഉംറ ചെയ്ത് ക്ഷീണിച്ചിരിക്കുക. ഉംറ കഴിഞ്ഞ് പിന്നെ 2 റക്അത്ത് നിസ്കാരവും കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കരിച്ചിരിക്കുക. ഇനി സൈന് പോകണം. അപ്പോൾ അതിന് നടക്കണം. അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. നമ്മുടെ നേരെ നീട്ടുന്നത് ഒരു അറബി ഒരു കാരക്ക പാക്കറ്റാണ്. ഇത് സിനിമ ആക്കിയിട്ട് നമ്മൾ എടുക്കൂലെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം നന്മയില്ലാന്ന് അയാൾ നമ്മളെ കണ്ട്. അപ്പോൾ ഈ ക്ഷീണിച്ച് വരുന്ന ആളുടെ ടാർഗറ്റ് ചെയ്ത് നിൽക്കണം അയാളെ കയ്യിൽ വെള്ളമുണ്ട്, അയാളെ കയ്യിൽ കാരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ നിസ്കാരം കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക് ഇയാൾ ആ തുറന്ന കാരക്കൻ്റെ പാക്കറ്റ് ഇങ്ങനെ നീട്ടുകയാണ്. അപ്പോൾ നമ്മൾ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾ എടുത്തോളൂ, എത്ര എടുത്തോളൂ അങ്ങനെ പറയുന്നത്, ഇനിയും എടുക്കൂ. അപ്പം നമ്മളതിൽ നിന്ന് ഒരു കൈ നിറയെ കാരക്ക എടുത്തിട്ട് അവിടുന്ന് തിന്ന്, അതിൽ കാരക്ക തിന്നത് മാത്രമല്ല ആ കാരക്ക തിന്ന് കഴിയുന്നവരെ അയാൾ അവിടെ ഇരിക്കുകയാണ്. എന്തിനാ ഇരിക്കുന്ന വേസ്റ്റ് കൊണ്ടുപോകാൻ. ഇത് ലോകത്ത് ഏത് രാജ്യത്തങ്ങൾക്ക് കിട്ടുക ഈ സാധനം? ഇത് ഈ പോസിറ്റീവ്സിനെ ഒന്നും കാണാതെ നെഗറ്റീവ് മാത്രം എടുത്തു വെച്ച് പ്രൊജക്റ്റ് ചെയ്യുക എന്നത് ഒരു വലിയ സാധനം. അത് ഒരു സിനിമ പോലുള്ള മാധ്യമത്തിലൂടെ എടുത്ത് പറയുമ്പോൾ ഇപ്പം നമ്മളെ സംബന്ധിച്ച് അത് ഈ സിനിമ പോലത്തെ കാര്യങ്ങൾ കാണുന്നതാരാ? ഈ സൗദി അറേബ്യയെ കുറിച്ച് അറിയാത്ത ആളുകൾ. എന്നിട്ട് അത് കോടികൾ മുടക്കി ഈ സിനിമ എടുത്ത് അത് പ്രൊജക്റ്റ് ചെയ്ത് എല്ലാ അറബികളും ഇവിടെ മലയാളീസിനെ കാണുമ്പം നടുപ്പുറത്ത് ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ് എന്നുള്ള ഇതിനെ പോവാണ്. ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമ ചിലപ്പോൾ വലിയ വിജയമായിട്ടുണ്ടാവും, പക്ഷെ അത് നമുക്ക് അന്നം തന്ന കേരളം എന്ന് പറയുന്ന ഒരു നാട് 4 കാലിൽ ഓലപ്പുര കെട്ടി ജീവിച്ചിരുന്നൊരു നാടാണ്. ഭക്ഷണമില്ലാതെ ഇപ്പോഴും നമുക്ക് മലയാളത്തിൽ പ്രയോഗം കാണാം, എൻ്റെ ഉപ്പും ചോറും തിന്നാ നീ വളർന്നതെന്ന്. അന്ന് കേരളത്തിൽ ഉപ്പും ചോറും ഉള്ളൂ. ഒരു കറി ഒഴിച്ച് ചോറ് തിന്നാനുള്ള കപ്പാസിറ്റി പോലും 90% ജനങ്ങൾക്കില്ല. 90%. ആ കേരളത്തെ ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങൾ ജീവിക്കുന്നത് പോലെയല്ല കേരളത്തിൽ ജീവിക്കണേ. കേരളത്തിൽ ജീവിക്കുന്നത് വേറെ തന്നെയാണ്. കേരളം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അടുത്ത് സ്റ്റാൻഡേർഡ് കൂടുതലാണ്. നല്ല കാറുകളുണ്ട്, നല്ല റോഡുകളുണ്ട്, നല്ല ജീവിതം, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന ഒരു സാധനത്തിൻ്റെ നെഗറ്റീവ് മാത്രം ഉള്ളത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും പോസിറ്റീവ്സിനെ നമ്മൾ എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. സിനിമ ഇംഗ്ലീഷിലും പിന്നെ ഒക്കെ അതിന് സബ് ടൈറ്റിലൊക്കെ കൊടുത്ത് ഇറക്കിയോടുകൂടി ഇവരിത് മനസ്സിലാക്കിയിട്ടുണ്ട്. നന്ദികേട് കാണിക്കാന്ന് അതിന് പറയാം. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതേ സാധനം തന്നെയാണ് ഈ ഇത്തരം ചിന്തകളുള്ള ആളുകൾക്ക് ഉണ്ടാവുക. പോസിറ്റീവ് ഒന്നും ഇപ്പോൾ ഒരു ഭർത്താവ് ചെയ്തതെന്ന് ഒരു പോസിറ്റീവിനെയും അവർക്ക് കാണാൻ കഴിയില്ല. ഭർത്താവിൻ്റെ ഉമ്മ ചെയ്യുന്ന ഒരു പോസിറ്റീവ് അവർക്ക് കാണാൻ കഴിയില്ല. ഭാര്യ ചെയ്യുന്ന പോസിറ്റീവ് ഭർത്താവിന് കാണാൻ കഴിയില്ല. നെഗറ്റീവ് മാത്രമേ ഇവർ ചിന്തിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ഈ നെഗറ്റീവ്സിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ പോലെ ഇവിടുത്തെ അറബിയൊക്കെ സങ്കടമായി എന്നുള്ളത് ഈ ഭർത്താവ് സങ്കടപ്പെട്ടു പോകും. എത്ര കാര്യങ്ങൾ ഞാൻ ഇവർക്ക് ചെയ്തു കൊടുത്തു, ഞാൻ എത്ര ഇവിടെ സ്നേഹിച്ചു, അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുഴുവൻ സാധനം ഇവർക്ക് വേണ്ടി ഞാൻ ചിലവാക്കി, എന്നിട്ട് ഈ പെണ്ണ് ഇങ്ങനെ പറയുന്നു. അവളെ ചേർത്ത് നിർത്തൂല, അവളെ മാറ്റി നിർത്തും. അവിടെയാണ് ഈ പ്രശ്നം വരിക. ഇതൊരു ഇഷ്യൂ ആണെന്നും ഇതിന് പരിഹാരം ഉണ്ടെന്നും ഇത് മാനസിക അല്ലെങ്കിൽ തലച്ചോറിനകത്തുള്ള ഒരു ഹോർമോണിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇയാൾക്കും കുറച്ചുകൂടി ഈ കാര്യത്തെ ചേർത്ത് നിർത്താൻ പറ്റും. അപ്പോഴേ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സൊല്യൂഷൻ ഈ ചേർത്ത് നിർത്തലാണ്. കാരണം ഇവരെ നമ്മൾ എത്രത്തോളം വരെ നമ്മൾ അകറ്റി നിർത്തുന്നുവോ അത്രയും ഇവർ പ്രശ്നക്കാരായിട്ട് മാറും. അപ്പോൾ ഈ OCD പോലത്തെ സാധനം ഭാര്യാഭർത്തൃ ബന്ധത്തെ പോലും ബാധിക്കും. ഇപ്പോൾ രാത്രി ഒരാഗ്രഹവുമായി എത്തുന്നൊരു ഭർത്താവിന് നിന്ന് കൊടുക്കാൻ ഈ പെണ്ണിന് കഴിയില്ല. സുബഹിക്ക് എണീച്ചുകൾ കുളിക്കാൻ തുടങ്ങിയാൽ ളുഹറിനെ കുളി തീരുള്ളൂ. സ്വാഭാവികമായിട്ടും അയാളുടെ ഇംഗിതത്തിന് നിന്ന് കൊടുത്താൽ ഒരു സുബഹി കിട്ടാതെ പോകും. അപ്പോൾ ആ സിറ്റുവേഷൻ ഇവളങ്ങ് ഒഴിവാക്കും. അപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ അവിടെയും ഒരു ഇഷ്യൂ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും അവകാശങ്ങളൊക്കെ ഹനിക്കപ്പെടും. തിരിച്ചും ഭർത്താവിനാണ് ഈ OCD പ്രശ്നമുള്ളത് എങ്കിൽ അത് പിന്നെ ഭാര്യൻ്റെ ആഗ്രഹം അവിടെ നടക്കൂല. അയാൾ ശുദ്ധിയാവില്ല. ശുദ്ധിയാണ് ഈ OCDക്കാരുടെ പ്രശ്നം. അപ്പോൾ OCD മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ, ഇത്തരം വൈകൃതങ്ങളൊക്കെ അവർ നമ്മളെ മാറ്റി നിർത്താൻ ശ്രമിക്കും. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഭർത്താവ് ഒരാഗ്രഹവുമായി രാത്രി വരുമ്പോൾ നേരം വെളുത്തിട്ടാവട്ടെ, ഇപ്പം ശരിയാവില്ല, കുളിക്കാൻ കഴിയില്ല എന്ന് പറയും.
അപ്പോൾ പിന്നെ ഈ ഏറ്റവും രസകരമായൊരവസ്ഥ എന്ന് പറയുന്നത് ഈ ഇത്തരം ഡിസോർഡറുള്ള ആളുകൾ OCD ഉൾപ്പെടെ OCD ഉള്ള ആൾക്കാർ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് കംഫർട്ടബിൾ ആവുക എപ്പോഴാണെന്നറിയോ? പീരീഡ്സിൻ്റെ സമയത്താണ്. അപ്പോൾ നിസ്കാരമില്ല, ശുദ്ധിയില്ല, ശുദ്ധിയാണ് ഒരു പ്രശ്നം. അപ്പോൾ നിസ്കാരമില്ലാത്ത സമയത്ത് ഇവർ ഭയങ്കര കംഫർട്ടബിൾ ഇല്ല. മറ്റേത് സുബൈക്ക് എണീച്ചവർക്ക് ടെൻഷനാണ്, ലോറ് സ്കരിക്കണം, ലോറിന് ടെൻഷനാണ്, അസർ സ്കരിക്കണം, അസറിന് ടെൻഷനാണ്, മഗ്‌രിബ് സ്കരിക്കണം, മഗ്‌രിബ് കഴിഞ്ഞ് ഏശ സ്കരിക്കണം, ഏശൻ്റെ എങ്ങാനും കഴിഞ്ഞ് ഭർത്താവ് വന്നാൽ അയാൾ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ അത് പിന്നെ സുബൈക്ക് ബാധിക്കും. ഇത് ടെൻഷനല്ലേ? ശുദ്ധി ഇല്ലാത്ത സമയത്ത് ഒന്നുമില്ല, അശുദ്ധിയാണ് സമയത്ത് നിസ്കാരം ടെൻഷനില്ല. അപ്പോൾ ഈ പെണ്ണ് ഏറ്റവും കംഫർട്ടബിൾ ആവുക ആ സമയത്താണ്. അശുദ്ധിയുള്ള സമയത്ത് കംഫർട്ടബിൾ ആവുകയും ശുദ്ധിയുള്ള സമയത്ത് ടെൻഷൻ ആവുകയും ചെയ്യും. ജീവിതം മുഴുവൻ ടെൻഷനായി വളരെ കുറഞ്ഞ സമയത്ത് മാത്രം. തിരിച്ചാണ് സാധാരണ നോർമൽ ആൾക്കാരുണ്ടാവുക. അശുദ്ധിയുള്ള സമയത്ത് ടെൻഷൻ, കാരണം ഇത് ഒന്നാമത് നമസ്കരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളും. അതെ. അപ്പോൾ ഇവർ നമ്മളെ മറ്റുള്ളവരെ മാറ്റി നിർത്തും. അപ്പോൾ ചേർത്ത് പിടിക്കുന്നിടത്ത് നമ്മൾ ചേർത്ത് പിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നത് ചേർത്ത് പിടിക്കൽ തന്നെയാണ്. ഇവർക്ക് ഇവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളെ കണ്ടറിയാൻ ഇവരെ ചേർത്ത് നിർത്തണം. പരിഹാരം എന്നത് ഒരു കൗൺസിലിംഗ് ആണ്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളുടെ പരിഹാരം കൗൺസിലിങ്ങിലൂടെ മാത്രം കിട്ടില്ല. ചെറിയ ഒരു കെമിക്കൽ ചേഞ്ച് ആയതുകൊണ്ട് ആ കെമിക്കൽ ചേഞ്ചിന് മരുന്നുകൾ കൊടുത്തിട്ട് ശരിയാക്കണം. അപ്പം പ്രശ്നമാവും. നമ്മൾ മരുന്ന് തരുമ്പോഴേക്ക് ഇതിനൊക്കെ മരുന്നോ എന്ന് ചോദിക്കും. ന്യൂറോ കെമിക്കൽസ് മാറാൻ മെഡിസിൻ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അതിൻ്റെ മരുന്നിന് വരുന്ന പേര് SSRI എന്നാണ്. SSRI, സിലക്റ്റീവ് സിറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ എന്ന ടൈപ്പ് ഓഫ് മെഡിസിൻ. അതൊരു ഒരു ഗുളികൻ്റെ പേരല്ല, അത് മെഡിക്കൽ വകുപ്പിൽ പെടുന്ന മരുന്ന്. അങ്ങനെ പല ഇൻഹിബിറ്റേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെറോട്ടോണിനാണ്. SSRI എന്ന് പറഞ്ഞ ഒരു ടൈപ്പാണ്. സെറോട്ടോണിൻ പിന്നെ മാറ്റുന്ന ഒരു മരുന്ന്, ഒരു ഹോർമോണാണ്. അത് കൊടുക്കേണ്ടത് ഡോക്ടേഴ്സാണ്. അതിന് സൈക്യാട്രി ഉൾപ്പെടെ OCD ഒക്കെ കൃത്യമായി ട്രീറ്റ് ചെയ്യപ്പെടേണ്ട അസുഖമാണ്. നമ്മളത് പിശാചാണ് എന്ന് പറഞ്ഞ് മാത്രം മാറ്റി നിർത്തിയാൽ പോരാ. പൈശാചികമാണ്. എല്ലാ അസുഖങ്ങളും പ്രശ്നങ്ങളും പൈശാചികം തന്നെയാണ്. പക്ഷേ ഇസ്ലാമിൽ രോഗം വന്നാൽ ചികിത്സിക്കുകയും പ്രാർത്ഥിക്കുകയും ചികിത്സിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേ ചികിത്സ മാനസികമായ പ്രശ്നങ്ങൾക്കും വേണം. അപ്പോൾ മെഡിസിൻ എന്നത് ആളെ കൊല്ലാനുള്ള സാധനമൊന്നുമല്ല. സ്വാഭാവികമായിട്ടും പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനം ഈ ഇംഗ്ലീഷ് മരുന്നുകൾ, മോഡേൺ മെഡിസിൻ എല്ലാം മനുഷ്യനെ കൊല്ലാനുള്ളതാണ്. അതിന് മറ്റു മാർഗങ്ങൾ നോക്കാം എന്നൊക്കെയാണ്. പക്ഷേ ന്യൂറോ കെമിക്കൽ ചേഞ്ചസിന് മോഡേൺ മെഡിസിനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഇന്നത്തെ സൈക്കോളജി സൈക്യാട്രി രണ്ട് വിഭാഗമാണ്. ഒന്ന് മെഡിസിൻ ഉണ്ട്, മറ്റേത് മെഡിസിൻ തെറാപ്പിയും കൗൺസിലിങ്ങും ഒക്കെയാണ്. ഈ സൈക്യാട്രി എന്ന് പറയുന്ന വിഭാഗം ഇന്ന് വളരെ ഡെവലപ്ഡ് ആണ്. അപ്പോൾ അതിന് ആദ്യത്തെ സ്റ്റേജ് എന്നത് കൗൺസിലിംഗ് ആണ്. അതിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇതിന് മെഡിസിനിലേക്ക് നമ്മൾ പോകാം. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മെഡിസിന് പറ്റും. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു അസുഖമാണ് എന്ന് ആദ്യം പേഷ്യൻറ്റിനെയും അത് കഴിഞ്ഞാൽ അവരുടെ വേണ്ടപ്പെട്ട ആളുകളെയും ബോധ്യപ്പെടുത്തണം. അത് കൗൺസിലർക്ക് പറ്റും. അതാണ് ഇതിലെ ഈ രംഗത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം. ഇത് അസുഖമാണ് എന്ന് ഇവർ മനസ്സിലാക്കൂല. അത്തരം കേസുകളൊക്കെ സാറിൻ്റെ അടുത്ത് വരാറുണ്ട്. അത്തരം കേസ് OCD പോലത്തെ കേസുകൾ വ്യാപകമാണ്, ഇഷ്ടം പോലെയാണ്. 26% ടോട്ടൽ പോപ്പുലേഷന് ഇത്തരം മെഡിസിൻ കഴിക്കേണ്ട അസുഖങ്ങളുണ്ട് എന്നാണ് ലോകവ്യാപകമായുള്ള കണക്ക്. 26%. ഞാൻ പറഞ്ഞ 40% ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും മരുന്ന് കുടിക്കണ്ട. ചിലതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് തീരും, അഡ്ജസ്റ്റ് ചെയ്താൽ തീരും. മനുഷ്യൻ മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇയാൾ ഇങ്ങനെ ഒരാളാണ്, അത് നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലത് തീരും. പക്ഷേ 26% പോപ്പുലേഷനിൽ 100-ൽ 26 പേര്, 4-ൽ 1 എസ്പെഷ്യലി ഫീമെയിൽ പോപ്പുലേഷൻ, അവർക്കാണ് ഈ മെഡിസിൻ കൂടുതലായിട്ട്. അപ്പോൾ അവർ ഇതിന് ചെറുതായിട്ട് മെഡിസിൻ കഴിക്കേണ്ടി വരും. ചില ഇത്തരം ചേഞ്ചസ്, ഈ ഹോർമോണിക് ചേഞ്ചസ് ടെമ്പറേറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് തൽക്കാലത്തേക്ക് ഗർഭിണികളാകുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം പോസ്റ്റ് പാർട്ടം ഡിസോർഡർ എന്ന് പറയും, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയും, പ്രസവച്ചന്നി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ചില സ്ത്രീകൾക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടീനെ വേണ്ട തോന്നും, കുട്ടീനെ പാലെടുക്കാൻ തോന്നില്ല. അങ്ങനത്തെ ഈ ഗർഭം, പ്രസവം, മെനോപോസ് എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് ഈ പ്രശ്നങ്ങൾ കൂട്ടുന്ന ഒരു സാധനം തന്നെയാണ്. ഒരാണിന് എനിക്കും ഇങ്ങൾക്കൊരു സംസാരിച്ചാൽ അതിൻ്റെ
ഒരു ഡെപ്ത്. ഒരു പ്രസവം, ഒരു ഗർഭം ഒരു പെണ്ണിൻ്റെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാക്കുന്ന ആഘാതം നമുക്ക് കരുതുന്നതിനേക്കാൾ അപ്പുറത്താണ്. ഇത് മനസ്സിലാക്കാൻ ആണുങ്ങൾക്ക് കഴിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. പ്രസവം ഉണ്ടാക്കുന്ന ശാരീരിക ആഘാതം വളരെ കൂടുതലാണ്. ഒരു 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 ഗർഭം ഒരു പെണ്ണിൻ്റെ അകത്ത് ഉണ്ടാക്കുമ്പോൾ ആ പെണ്ണിൻ്റെ ശരീരം മൊത്തത്തെ ബാധിക്കും. അതുണ്ടാക്കുന്ന മാനസിക ആഘാതവും വളരെ വലുതാണ്. ഈ രണ്ട് ആഘാതം ഉള്ളത് കൊണ്ടാണ് ആ സമയത്ത് ഒരു ഗർഭിണിനെ ചെയ്യേണ്ട പണി എന്താ? ചേർത്ത് പിടിക്കലാണ്. ചേർത്ത് പിടിക്കലാണ് ഉണ്ടാവുമ്പോൾ തുടങ്ങിയ നമ്മൾ ചേർത്ത് പിടിക്കല. നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ ജീവിക്കുന്ന പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ട് ചെന്നാക്കും. എന്തിനാ? ഭർത്താവിൻ്റെ വീട്ടിൽ സൗകര്യമില്ലായിട്ടല്ല, സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും കുറച്ചൊരു കംഫർട്ടബിൾ ആകും എന്ന് തോന്നുന്നത് കൊണ്ടാണത്. ആ തലവടലും ഒരു സാധനം ആ സമയത്ത് അങ്ങനെയാണ്. ചോദിച്ചൊക്കെ വാങ്ങിക്കൊടുക്കും. അത് അപ്പോൾ ഇത്തരം അതൊരു ടെമ്പററി കെമിക്കൽ ചേഞ്ചാണ് ഈ പെണ്ണിനുണ്ടാകുന്നത്. PPD ഒക്കെ പെട്ടെന്ന് ചിലത് പ്രൊലോങ്ഡ് ആയിട്ട് പോയേക്കാം. പക്ഷേ ഇതുണ്ടാക്കുന്നൊരു മാനസിക ആഘാതം. ഇപ്പം ചില കുടുംബത്തിലൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയും, സാറേ വൈഫ് നല്ല ഉഷാറായിരുന്നു, അടിപൊളിയായിരുന്നു, പെട്ടെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 3 കൊല്ലമൊക്കെ ആയിട്ട് സ്വഭാവത്തിലൊരു മാറ്റം, മിണ്ടുന്നില്ല, ദേഷ്യം വരുന്നു, ഇവളെന്താ ഇങ്ങനെ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ സാറേ 14 കൊല്ലമായി എന്നൊക്കെ പറയും. അപ്പം എടുത്തിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ 3 കൊല്ലത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു അത് നമ്മൾ നോക്കുക. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെറിയ കുട്ടിക്ക് 3 വയസ്സാണ്. അപ്പോൾ ഈ പെണ്ണിന് ഈ ചേഞ്ച് വന്നത് 3ാമത്തെ പ്രസവത്തിലാണ്. 1ാമത്തെ പ്രസവത്തിലില്ല, 2ാമത്തേലില്ല, 3ാമത്തെ പ്രസവം പ്രസവിക്കുമ്പോൾ ഈ പെണ്ണിന് 36 വയസ്സ് പ്രായമാണ്. 1ാമത്തേത് 20 വയസ്സ് പ്രസവിച്ചു, 2ാമത്തെ പ്രസവിച്ചു, 3ാമത്തെ പ്രസവിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 16 കൊല്ലമായി. 3ാമത്തെ പ്രസവിക്കുമ്പോൾ 36 വയസ്സ് പ്രായമാണ്, അല്ലെങ്കിൽ 3ാമത്തെ 33 വയസ്സ് പ്രായമാണ്. പ്രായവും പ്രസവവും തമ്മിൽ ബന്ധമുണ്ട്. 15 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ ഈ 20 കൊല്ലമാണ് ഏറ്റവും ആരോഗ്യമുള്ള കുഞ്ഞ് ഒരു പെണ്ണിനുണ്ടാവാനുള്ള സമയം. അത് ഇസ്ലാമല്ല, ഞാൻ ശാസ്ത്രം പറഞ്ഞതാണ്. മെഡിക്കൽ സയൻസിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 15നും 35നും ഇടയിൽ, 35ലേക്കൊന്നും പോരുത്, 30 അതിനിടയിൽ പ്രസവം തീരണം. പണ്ടത്തെ കാലത്ത് വല്യമ്മമാർ 8 എണ്ണം പ്രസവിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു സൗകര്യമില്ലാത്ത കാലത്ത് നൊന്ത് പറ്റുമെന്ന് പറയും അവരാണ്. നമ്മളിപ്പോഴത്തെ സ്ത്രീകൾക്കൊന്നും നൊന്ത് പറ്റുമെന്ന് അവർ പറയുമെങ്കിൽ വേദനയില്ലാത്ത പ്രസവം ഉണ്ട്, അല്ലെങ്കിൽ വല്ലാതെ വേദന വരുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ വെക്കും, അല്ലെങ്കിൽ ബോധം കെടുത്തു ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, അല്ലെങ്കിൽ മരുന്നും കുത്തിവെക്കും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ അന്നത്തെ ഉമ്മമാർ നൊന്ത് തന്നെ 8ഉം 10ഉം പറ്റൂ. എന്നിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ? 80 വയസ്സുള്ള ഉമ്മ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ 40 വയസ്സുള്ള നമ്മുടെ പെണ്ണുങ്ങൾക്ക് കഴിയുമോ? അതിൻ്റെ കാരണം അവരുടെ പ്രസവവും ജീവിതവും. 14 വയസ്സിൽ കല്യാണം കഴിച്ചു, 12 വയസ്സ് കല്യാണം കഴിച്ചു, ആദ്യത്തെ പ്രസവം 15 വയസ്സിൽ, പിന്നെ അങ്ങനെ പ്രസവിച്ചു 25-26 വയസ്സാകുമ്പോഴേക്കും 8 കുട്ടികളെ പ്രസവിച്ചു, പ്രസവം കഴിഞ്ഞു, പിന്നെ ആരോഗ്യം ഉണ്ടാവും. നമ്മുടെ പെണ്ണുങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് 25 വയസ്സിൽ കല്യാണം കഴിക്കാതിരിക്കാൻ എന്താ കാരണം? പുതിയ തലമുറയുടെ പ്രത്യേകത അതല്ലേ, കല്യാണം വേണ്ട, കല്യാണം 30 വയസ്സാവട്ടെ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത്തരം വൈകി ഉണ്ടാകുന്ന പ്രഗ്നൻസി ഈ പെണ്ണിൻ്റെ ശരീരവും മനസ്സിൻ്റെ ആഘാതത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ ഈ ഉണ്ടാകുന്ന ടെമ്പററി ചേഞ്ചസ്, നമ്മളിപ്പോൾ പറഞ്ഞത് ഇതിന് ഇങ്ങനെ മെഡിസിൻ കഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ചില സ്ത്രീകൾക്ക് ഈ ടെമ്പററി ചേഞ്ച്, ഇപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഈ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്നത്, അതിനൊക്കെ അത് 2 ആഴ്ച അതിൻ്റെ ഡ്യൂറേഷൻ. പ്രസവം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പം മെന്റലി ഈ ന്യൂറോ കെമിക്കൽ ചേഞ്ചാണ്. ഈ ചേഞ്ച് പിന്നെ വരുമ്പോൾ മെഡിസിൻ മാറും, മിക്കവാറും മാറും. പക്ഷെ അത് വലിയ രൂപത്തിൽ കുട്ടിയെ കൊല്ലാൻ തോന്നുക. പാല് കൊടുക്കാതെ, പാലൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ വലിഞ്ഞു മുറുക്കും. ഡേഞ്ചർ കേസ് ആകുമ്പോൾ കുട്ടീൻ്റെ അടുത്ത് കെട്ടിടാൻ പോവുക ഒക്കെ പറയും. അത് സഹിക്കാവുന്നതിലപ്പുറമാണ് എന്ന് തോന്നുമ്പോൾ അതിന് ചെറിയ മെഡിസിൻ കൊടുക്കണം. 2 ആഴ്ചത്തെ മെഡിസിൻ കൊണ്ട് അത് ക്ലിയർ ആവും. മരുന്ന് കുറിച്ച് എന്തെങ്കിലും പറ്റുമോ? ഡോക്ടർമാർക്ക് അറിയാം കുട്ടിയുള്ള പെണ്ണാണ്, പ്രസവിച്ചതാണ്, പാൽ കൊടുക്കേണ്ടത്, അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കും. നമ്മളൊരു തീരുമാനം എടുക്കണം. അവർ ഡോക്ടേഴ്സിനെ കാണിച്ചാൽ ഡോക്ടേഴ്സ് പറയും ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോഴും നമ്മളെ ചിന്ത വരിക എന്താ? മരുന്ന് കുടിച്ചാൽ കൊല്ലും എന്നാണ്. പക്ഷെ മരുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ട് പോയേക്കാം. അപ്പോൾ ടെമ്പററി ചേഞ്ചസിന് പോലും നമുക്ക് എന്ത് ചെയ്തേക്കാം? നമുക്ക് മെഡിസിൻ കഴിക്കാം. ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്താ അറിയോ? ശരീരത്തിന് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്ന മരുന്ന് കുടിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. എന്നാൽ ഇത്തരം മരുന്ന് കുടിക്കുമ്പോൾ ഈ നെഗറ്റീവ് ചിന്തയുള്ളൊരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ മരുന്ന് കുടിക്കേ സൈക്കാട്രിയോ പ്രാന്തത്തിയൊക്കെയാണ് എന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ചില പെണ്ണുങ്ങൾ നമ്മൾ എത്ര ബോധ്യപ്പെടുത്തിയാലും പുറത്തിറങ്ങിയിട്ട് പറയും ഇനി ഞാനത് കയറില്ല, എന്നെ പ്രാന്തത്തിയൊക്കെയാണ് എന്ന് പറയും. അപ്പോൾ ഇത് പ്രാന്തല്ല എന്നും, ഇതൊരു ന്യൂറോ കെമിക്കൽ ചേഞ്ചാണ്, അതിൻ്റേതായ മെഡിസിൻസ് യൂസ് ചെയ്യണമെന്ന് ഒരു ബോധ്യപ്പെടണം. പിന്നെ അതിലുണ്ടാകുന്ന ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ടെമ്പററി ചേഞ്ച് ഉണ്ടാകുന്ന ആളുകൾക്ക് പോലും ഈ ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറഞ്ഞാൽ
പിന്നെ മോഡേൺ മെഡിസിൻ വളരെ ഡെവലപ്ഡ് ആണെന്നും അതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, മെഡിസിൻസിൽ ചേഞ്ച് ആവുന്നുണ്ട്, അതെല്ലാം മനുഷ്യനെ കൊല്ലാനുള്ളതല്ല എന്നുമുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ വരണം. എന്നിട്ട് ഇത് ആവശ്യമെങ്കിൽ ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെറും മെഡിസിൻ കഴിക്കുക എന്നുള്ളതല്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒപ്പം കൗൺസിലിംഗ്, ബോധ്യപ്പെടുത്തലും, തെറാപ്പികളും, പിന്നെ ചിലതൊക്കെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള പിന്നെ CBT എന്ന് പറയുന്ന തെറാപ്പിയിലേക്കും പിന്നെ അവേർഷൻ തെറാപ്പി പോലെയുള്ള തെറാപ്പിയിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള കൗൺസിലർ ഒരു ഭാഗത്തൂടെ പോകണം. പ്ലസ് അതിൻ്റെ കൂടെ ചിലപ്പോൾ ചിലതിന് മെഡിസിൻ സപ്പോർട്ടീവ് ആവേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, മെഡിസിൻ കൊടുക്കേണ്ടി ആവശ്യമുണ്ടെങ്കിൽ അതൊരു കൗൺസിലർ തീരുമാനിക്കും. അതിന് മെഡിസിൻ കഴിക്കണം, അതിനനുസരിച്ചുള്ള ഡോക്ടറെ കാണണം. രണ്ടാമത് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഒരു കൗൺസിലർ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യണം. എന്നാൽ ഈ പെണ്ണിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന്. ഇവരെന്താ പോയി പറയുക? ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞായിരിക്കും കൗൺസിലിങ്ങിന് വരിക. അതിൻ്റെ കാരണം ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോഴായിരിക്കും ഇത് കാണുക. ഇത് ഇവിടെ ഒരൊറ്റ സംശയം, ഇത്തരം കേസുകൾ നമ്മളിപ്പോൾ ചികിത്സിക്കാതെ അതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? അവരുടെ ഭാവി എന്തായിരിക്കും? ബന്ധങ്ങൾ തകരും. ഇവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ബന്ധങ്ങൾ തകരാനുള്ള സാധ്യത, പിന്നെ അവരുടെ ജീവിതം നശിച്ചു പോകും. ഇവർക്ക് ആരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ ബന്ധങ്ങളൊക്കെ അകന്നു പോകും. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നെഗറ്റീവായ ഒരാളുടെ കൂടെ നിങ്ങൾ കുറച്ചേരം ഒന്ന് ഇരുന്ന് നോക്ക്. നെഗറ്റീവ് മാത്രം പറയുന്ന ഒരാളെ കൂടെ നിങ്ങൾ ഇരുന്ന് നോക്ക്. നമുക്ക് പറ്റില്ല. നമ്മൾ നെഗറ്റീവ് ആവും, ആകെ ടെൻഷനാവും. പോസിറ്റീവായ ഒരാളെ കൂടെ നിങ്ങൾ ഇരുന്ന് നോക്ക്, ഭയങ്കര രസമായിരിക്കും. അവിടെ സംസാരം, ജോലിയും, അത് തമാശ പറയും, ചിരിക്കും. അപ്പം നമുക്ക് തന്നെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. ഈ ഡിസ്കംഫർട്ട് ജീവിതകാലം മുഴുവൻ ഒരു സാധനം, ഈ ഭാണ്ഡം എങ്ങനെ നമ്മൾ പേറി നടക്കുക? നമുക്കൊരു ഇത് വേണ്ടേ? നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ സൗദിയിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ സൗദിയിലുള്ള ആളാണ്, നിങ്ങൾ നാട്ടിൽ പോകും, തിരിച്ചു വരും, നിങ്ങൾ എന്ത് ബാഗാണ് ഉപയോഗിക്കുക? ഒരു ബാഗിൽ കുറെ സാധനം തൊള്ളു തൂക്കി നടക്കുമോ? നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള എങ്ങനത്തെ ബാഗാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ട്രോളി എന്തിനാ നിങ്ങൾ ഉപയോഗിക്കുന്നത്? നമ്മളെ കൂടെ നമ്മൾ വലിച്ചാൽ കൂടെ അങ്ങനെ വരണം. അപ്പോൾ നമ്മളെ വെയിറ്റ്, നമ്മൾ ഭാരമില്ലാതെ നമ്മളെ ലഗേജ് വരും. അവിടെ നമ്മൾ ട്രോളി ഉപയോഗിക്കുന്നത്. ശരിക്കും ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഒരു ട്രോളി ബാഗ് മാതിരിയാണ്. ഭർത്താവ് ഇങ്ങനെ ഒരു പിടിച്ചാൽ നമ്മളെ കൂടെ ഇങ്ങനെ വരണം. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും, ഭാര്യ ഇങ്ങനെ പിടിച്ചാൽ ഭർത്താവ് കൂടെ വരണം. അതിനാളെ കൂടെ നടക്കാതെ ട്രോളി ബാഗിന്റെ പ്രത്യേകത. ഇതിപ്പോ സാറ് ഈ പറഞ്ഞത് യുക്തിവാദികളെ സംബന്ധിച്ചാൽ അവരത് അതന്നെ വലിയൊരു വിഷയമാക്കും. ഒരു ഭാര്യയെ ട്രോളി ബാഗിനോട് ഉപമിച്ചു. ഭാര്യ മാത്രമല്ല, ഭർത്താവ് മറ്റൊരു ട്രോളി ബാഗാണ്. നമ്മുടെ കൂടെ നടക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പം ഞാനെപ്പോഴാണ് കംഫർട്ട്, ഞാനൊരു എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഒരു 10-15 കിലോ ഒരു ബാഗിലിട്ട് എൻ്റെ തോളിൽ തൂക്കിയിട്ട് ഞാൻ ഇങ്ങനെ നടന്നാൽ ആകെ ഡിസ്കംഫർട്ടാവും. അപ്പോൾ ഇത് എൻ്റെ കൂടെ ഈ ലഗേജ് ഇങ്ങനെ വന്നാൽ ജീവിതം സുന്ദരമാണെങ്കിൽ. അപ്പോൾ ശരിക്കും ഈ ട്രോളി ബാഗ് നമ്മുടെ കൂടെ വരുമ്പോൾ ഭാര്യ പിടിച്ച് ഒരു വലിച്ചാൽ ഭർത്താവ് ഇങ്ങനെ വരണം, ഭർത്താവ് പിടിച്ചാൽ ഭാര്യ ഇങ്ങനെ വരണം. അപ്പോഴേ രണ്ടുപേരും ട്രോളി ബാഗ് നമ്മളെ കൂടെ നടക്കണം. നമ്മൾ നമുക്കൊട്ട് ഭാരമില്ല. അപ്പോൾ ഈ ലൈറ്റ് വെയിറ്റ് എന്നുള്ളത് വളരെ, അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങളുള്ള ഭാര്യ എന്നത് ബാഗിൽ നമ്മൾ കുറേ ഭാരട്ട് പിടിച്ച ഭാര്യ പോലെയാണ്. അങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അത് കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ അവിടെ ഇട്ടേക്കും. അത് വെയിറ്റ് അങ്ങനെയാണ്, പിന്നെ കുറേ കുട്ടികൾക്ക് വേണ്ടി കുറേ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോകും. അഡ്ജസ്റ്റ്മെന്റ് പ്രൊലോങ്ഡ് ആവില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഭാരം അവിടെ ഇറക്കി ആസ്വദിക്കാൻ കഴിയില്ല ജീവിതം. 2 റൂമിനകത്ത് ജീവിക്കുന്ന എത്ര ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു? 2 റൂമിലാണ്, ഭാര്യ ഒരു റൂമിൽ, ഭർത്താവ് ഒരു റൂമിൽ. റെഡി. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇത് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. ഒരു ടുഗദർനെസ് ഉണ്ടല്ലോ, ഒരുമിച്ച് നിൽക്കല്ലോ, അത് കഴിയാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുക. ഇതൊരു വലിയ വിഷയമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് സ്വഭാവ പ്രശ്നങ്ങൾ, അതായത് തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുമൂലമുണ്ടാകുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാം എന്നതൊക്കെയാണ് നമ്മൾ വലിയൊരു വിഷയമാണ്. എന്നാലും അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ കേട്ടത്. ഇനി ഇപ്പോൾ നമുക്ക് സ്വയം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഒരു പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ ജീവിതം നമ്മൾ വളരെ നല്ല രീതിയിൽ ചിട്ടയോടുകൂടി മുന്നോട്ട് പോവുക, ദീനിയായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ അതായത് നമുക്ക് നിത്യജീവിതത്തിൽ ഉള്ള പ്രാർത്ഥനകളുണ്ട്, ആ പ്രാർത്ഥനകൾ നമസ്കാരം സമയത്ത് നമസ്കരിക്കുക,
അതുപോലെ ഉള്ള നല്ല ആളുകളുമായി കൂട്ടുകൂടുക, ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ ഒരാൾക്ക് ദീനിയായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ഒരു ഒട്ടനവധി അവസരങ്ങൾ ഇതുപോലുള്ള പീസ് റേഡിയോ പോലുള്ള സംവിധാനങ്ങളിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ജമീൽ എന്നൊരു ആപ്പുണ്ട്. ആ ജമീൽ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണോ നമുക്ക് പഠിക്കേണ്ടത് അതൊക്കെ അതിൽ വളരെ നല്ല രീതിയിൽ, ഇപ്പോൾ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, രാവിലെ ഉള്ള പ്രാർത്ഥനകൾ, വൈകുന്നേരത്തിലുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം അതൊരു റിമൈൻഡറോട് കൂടിയിട്ട് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ജമീൽ ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത്തരം ഒരു ചിട്ടയായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്നിട്ടും നമുക്ക് ഇത്തരം എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വരികയാണെങ്കിൽ അവിടെയാണ് നമ്മൾ അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് ഇത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത്തരം വിഷയങ്ങൾ നമ്മളോട് ക്ലാസ് എടുത്തു തന്ന ബഹുമാനായ ഡോക്ടർ ജൗഹർ മനോഹർ സാറിനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.